ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് അനീഷ് പറഞ്ഞ ആ ഒരു കഥ എന്താണ് എന്നുള്ളത് പറയാം. അത് സാബുവിനെ വളരെയധികം ത്രസിപ്പിച്ച ഒരു കഥയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, ഇത്രയും കഥകൾ കേട്ടതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് കേട്ടത് ഈ ഒരു കഥ മാത്രമാണ്. കഥയിൽ എന്തായിരുന്നു എന്നുള്ളത് പറയാം. ചെന്നൈയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിൽ, നെടുമ്പാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിൽ ഒരു പരിചയമില്ലാതെ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ഇരിക്കുകയാണ്. ഒരാൾ അനീഷാണ്, തൊട്ടടുത്തിരിക്കുന്ന ആദില. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും. അനീഷ് ഒരു നാട്ടും പുറത്തുകാരനായത് കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആദില നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവര് ചെന്നൈയിൽ ഒരേ കമ്പനിയിൽ, അതായത് BB കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അവിടെ ഷാനവാസ്, അനുമോള്, നൂറ ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ പാസിംഗ് റോൾസിലാണ്. ഇവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഈ ഷാനവാസും അനുമോള്, നൂറയൊക്കെ. ഇവര് തമ്മിൽ ഒരു വളരെ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ്. അനീഷിന് മുൻഗണന കിട്ടുന്നത് അതിലേക്ക് സഹിക്കുന്നില്ല. അങ്ങനെ പോകുന്ന കഥയിലേക്ക് 5 പേര് പുതിയതായിട്ട് എത്തുന്നു. വൈൽഡ് കാർഡുകളെയാണ് ഉദ്ദേശിച്ചത്. അവർ ആദിലയോട് പറയുന്നു അനീഷിന്റെ കസേരയിൽ നിന്നും ഇറക്കിയാൽ അനീഷിനെ തകർക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. അനീഷിന് ഒരു നാട്ടുപുറത്തുകാരനായതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ഭയക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. അതില് ആദില മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു ദിവസം ആദിലയും അനീഷും അടങ്ങുന്ന ആ ഒരു ടീമിന് മാനേജർ ഒരു പ്രൊജക്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പ്രൊജക്റ്റിലെ പാസ്വേഡും ഇൻഫർമേഷനും എല്ലാം പുറത്തേക്ക് ചോർന്നു പോകുന്നു. അവരുടെ കമ്പനി ഡീറ്റെയിൽസ് പുറത്ത് അറിയുന്നു. അനീഷും ആദിലയുമാണ് ചോർത്തിയത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാനേജർ സസ്പെൻഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സസ്പെൻഷൻ കിട്ടിയ ഗ്യാപ്പിൽ ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അങ്ങനെ കണ്ടുമുട്ടി വൈകാതെ ഇവര് സുഹൃത്തുക്കളാവുന്നുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളാവുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ കമ്പനിയിൽ ഒരു സെലിബ്രേഷൻ നടന്ന സമയത്ത് ഇവർ അടുപ്പത്തിലാണല്ലോ, അപ്പോൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ പറയുന്നത് നിങ്ങളല്ല ആ ഒരു പാസ്വേഡ് ലീക്ക് ആക്കിയത്, നിങ്ങളുടെ സുഹൃത്താണെന്ന് നടിച്ച് നിങ്ങളെ വഞ്ചിച്ച ഷാനവാസ് ആണ് ഈ കഥയിലെ വില്ലൻ. അപ്പോഴാണ് ഇത് റിവീൽ ആവുന്നത്. അങ്ങനെ അത് കാണിച്ച് അനീഷും ആദിലയും കഥയുടെ അവസാനം ഒന്നാവുന്നു. അവർ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിക്കുന്നത്. എന്നിട്ട് വീണ്ടും ആദ്യം കാണിച്ച ആ ഒരു ഫ്ലൈറ്റിലെ സംഭവങ്ങളുടെ ബാക്കി എന്നോണം കാണിക്കുന്നു. കഥ ഒരു ഫുൾ റൗണ്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് അനീഷ് പറയുന്ന സമയത്ത് സാബുണ്ണം പറയുന്നുണ്ട് നമുക്ക് ഫ്ലൈറ്റും കല്യാണം ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കാം. പിന്നെ സാബു അനീഷിന്റെ അടുത്ത് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരാണ് മ്യൂസിക്, നമുക്ക് ARM കൊണ്ടുവരാം, അനൂപ് രാമചന്ദ്രനെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അനീഷിന്റെ ഈ കഥയെ സാബുവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. നോട്ട്ബുക്ക് സിനിമയിൽ മ്യൂസിക് ചെയ്ത ആ ഒരു അദ്ദേഹത്തെ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യിപ്പിക്കാം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നെ 4 പാട്ടുകളാണ് ഈ കഥയിലുള്ളത്. 4 പാട്ടുകളൊക്കെ ഉള്ള ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് വന്ന ആര്യനാണ്. ആര്യന്റെ കഥ ഒരു അപരാധകഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുൽസിതമുള്ള ഒരു കഥയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നെവിൻ വരുന്നുണ്ട്. നെവിന്റെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ ബിന്നിയുടെ കഥയുടെ ഇടയ്ക്ക് സാബുവണ്ണൻ ബെല്ലടിക്കുന്നുണ്ട്. ബിന്നി ബിഗ് ബോസ് ഹൗസ് എന്ന് പേര് സഹിതം എടുത്ത് അടിച്ചു മാറ്റി പറഞ്ഞതുകൊണ്ട് ബിന്നിയുടെ കഥയ്ക്ക് നടുക്ക് കഥ പറയുന്നതിനിടയ്ക്ക് സാബുവണ്ണൻ ബെല്ലടിക്കുന്നുണ്ട്. ഇത്രയായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റ്സ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.